ഞെട്ടിച്ച ATM കവർച്ച കേസിലെ പ്രതികളെ കേരളത്തിലെത്തിക്കാൻ വൈകും. പ്രതികളെ ജില്ലയിൽ നിന്നുള്ള പോലീസ് സംഘം ചോദ്യം ചെയ്തു. തമിഴ്നാട് പോലീസ് ഹരിയാനയിലേക്ക്. ദേശീയപാത പട്ടിക്കാട് കല്ലടിക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ 5 പേർ വലയിൽ. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ മുഖ്യമന്ത്രിക്കും ADGPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂരം കലക്കാൻ നടന്നത് പോലീസിന്റെ ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന സതീശൻ. റഷ്യയിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും. 1.5 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ അറ്റകുറ്റപ്പണി ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് പൂർത്തീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കാർ റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട. ട്രെയിനിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗിൽ നിന്ന് 18 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. ജില്ലയെ ഞെട്ടിച്ച ATM കവർച്ച കേസിലെ പ്രതികളെ കേരളത്തിലെത്തിക്കാൻ വൈകും. കൊള്ളസംഘത്തെ പിടികൂടുന്നതിനിടെ തമിഴ്നാട്ടിൽ ഏറ്റുമുട്ടൽ നടന്നതിനാൽ ജുഡീഷ്യൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ കേരളത്തിൽ എത്തിക്കൂ. അടുത്തയാഴ്ച പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. തൃശൂർ ഈസ്റ്റ് CI ജിജോയുടെ നേതൃത്വത്തിലുള്ള സംഘം കോയമ്പത്തൂർ വെപ്പാട പോലീസ് സ്റ്റേഷനിലെത്തി പ്രതികളെ ചോദ്യം ചെയ്തു. പ്രതികളായ ഇർഫാൻ സഫീർ ഖാൻ, സഗ്വീൻ, മുബാറക്, മുഹമ്മദ് അക്രം, അസീർ അലി എന്നിവരെ കോടതിയിൽ ഹാജരാക്കി. സുമാനുദ്ദീനാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് കവർച്ച നടത്തേണ്ട ATMകൾ സംഘം കണ്ടെത്തിയത്. മാപ്രാണം, നായ്ക്കനാൽ, കോലഴി എന്നിവിടങ്ങളിലെ SBI ATMകളാണ് സംഘം കൊള്ളയടിച്ചത്. അതേസമയം തമിഴ്നാട് പോലീസ് സംഘം കൂടുതൽ അന്വേഷണത്തിനായി ഹരിയാനയിലേക്ക് പോകും. ATM കവരാൻ പരിശീലനം നേടിയവരാണ് നാമക്കല്ലിൽ പിടിയിലായ പ്രതികളെന്ന് പോലീസ്. ബാങ്കുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ ATMകൾ തരപ്പെടുത്തി ഈ മെഷീനുകളിലാണ് പരിശീലനം നടത്തിയിരുന്നത്. കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതും കാര്യശേഷിയുമുള്ള ഗ്യാസ് കട്ടർ മെഷീനുകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ഹരിയാനയിൽ നിന്ന് ബുധനാഴ്ച ചെന്നൈയിലെത്തിയ പ്രതികൾ ഇവിടെ നിന്നാണ് തൃശൂരിലെത്തിയത്. 2 പേർ വിമാനത്തിലും 3 പേർ കാറിലും 2 പേർ ലോറിയിലുമാണ് സഞ്ചരിച്ചത്. ദേശീയപാത പട്ടിക്കാട് കല്ലടിക്കൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ 5 പ്രതികൾ പിടിയിലായി. തിരുവല്ല, കൊടുങ്ങല്ലൂർ, കൊടകര സ്വദേശികളാണ് വലയിലായതെന്ന സൂചന. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കവർച്ച കേസിൽ 10ഓളം പേർ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. സ്വർണ്ണ കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ ഹുസൂരിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് സംഘം പിന്തുടരുന്നതറിഞ്ഞ് പ്രതികൾ പിന്നീട് പല വഴിക്ക് പോയി. ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് പ്രതികൾ ഓണത്തിനു മുൻപ് വാഹനങ്ങൾ വാടകയ്ക്കെടുത്തതെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് 3 കാറുകളിൽ എത്തിയ സംഘം സ്വർണം കവർന്നത്. തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണി, പോട്ട സ്വദേശി റോജി എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ് കല്ലിടുക്കിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വെച്ച് 3 കാറുകളിൽ എത്തിയ സംഘം സിനിമാ സ്റ്റൈലിൽ തടഞ്ഞ് ആഭരണം കവർന്നത്. സ്വകാര്യ ബസ്സിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ മുഖ്യമന്ത്രിക്കും ADGPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂരം കലക്കാൻ നടന്നത് പോലീസിന്റെ ക്രിമിനൽ ഗൂഢാലോചനയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ പ്ലാനാണ് നടപ്പിലാക്കിയതെന്നും സതീശൻ പറഞ്ഞു. തൃശൂർ പൂരം കലക്കലും CPM-RSS അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് ഈ പൂരം കലക്കിയത്. എന്തിനാ പൂരം കലക്കിയത്? BJPയെ ഇവിടെ ജയിപ്പിക്കാൻ. തൃശ്ശൂരിൽ ക്രിമിനൽ ഗൂഢാലോചനയാണ് അതിന്റെ പുറകിൽ നടന്നത്. ആ ക്രിമിനൽ ഗൂഢാലോചനയാണ് ഫലപ്രദമായി അവരിവിടെ നടപ്പിലാക്കിയത്. അതാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP കൊടുത്തത്. പോലീസിന്റെ അഴിഞ്ഞാട്ടമാണ് നടന്നത്. സംഭവ സ്ഥലത്തേക്ക് മന്ത്രിമാരെ വരെ പോകാൻ അനുവദിക്കാത്ത പോലീസ് BJP സ്ഥാനാർത്ഥിയെ തടഞ്ഞില്ല. ഇതൊന്നും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറയുന്നത് ആരും വിശ്വസിക്കില്ല. വീണെടുത്ത് കിടന്ന് ഉരുളുന്നതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ അന്വേഷണം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും കുടുംബക്കാരുടെ കേസുകൾ ഒഴിവാക്കാൻ BJPയുമായി നടത്തിയ സന്ധിയാണിത്. ഈ വിവാദങ്ങളിലൊന്നും
മുഖ്യമന്ത്രിയുടെ ഭരണപരാജയം മറച്ചുവെക്കാനാവില്ലെന്നും സതീശൻ പറഞ്ഞു. ഈ ലോകോത്തര ഉത്സവമായ ഈ പൂരം പോലീസ് ഇടപെട്ട് കലക്കുമ്പോൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഏതെങ്കിലും അന്തം കമ്മി വിശ്വസിക്കുമോ? ഈ വിവാദങ്ങളുടെ മറവിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെ ഭരണപരാജയം മറച്ചു വെക്കാം എന്ന് നിങ്ങൾ കരുതണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചിറങ്ങി പോകണം. മറ്റിടത്ത് പരീക്ഷിച്ച് വിജയിച്ച ഫോർമുലയാണ് BJP ഇവിടെയും നടപ്പിലാക്കിയത്. എന്തിനും ഏതിനും ആചാരാനുഷ്ഠാന സംരക്ഷകർ എന്ന് പറയുന്ന BJPയെ ഈ വിഷയത്തിൽ ഹിന്ദുക്കൾ വിചാരണ ചെയ്യും. ഈ കൂട്ടുകെട്ട് ഇരുതല മൂർച്ചയുള്ള വാളാണ്, അപകടകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ഇന്ത്യയിലെ സംഘപരിവാർ വിജയകരമായി പരീക്ഷിച്ച ഒരു പുതിയ ഫോർമാറ്റാണ് തൃശ്ശൂരിൽ പൂരം കലക്കി BJP സ്ഥാനാർത്ഥി. എപ്പോഴും എന്തൊരു പ്രസംഗമാണ്! ക്ഷേത്രം, വിശ്വാസം, ആചാരം, അനുഷ്ഠാനങ്ങൾ എന്നിട്ടാണ് നിങ്ങൾ ഈ പൂരം കലക്കാൻ, ഒരു സീറ്റ് ജയിക്കാൻ CPM-മായി നിങ്ങൾ കൂട്ടുകൂടിയത് അല്ലേ? ഹിന്ദുക്കൾ നിങ്ങളെ വിചാരണ ചെയ്യും. തെക്കേ ഗോപുരനടയിൽ നടന്ന യോഗത്തിൽ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷ സർക്കാർ എന്ന കപ്പലും കപ്പിത്താനും ആടിയുലഞ്ഞ തകർച്ചയുടെ വക്കിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ ബെന്നി ബെഹനാൻ MP, ജില്ലയുടെ ചുമതലയുള്ള AP അനിൽകുമാർ, ഷാനിമോൾ ഉസ്മാൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ M ലിജു, TU രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ VT ബൽറാം, VP സജീന്ദ്രൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു. TCV തൃശൂർ. റഷ്യയിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും. റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും. 1.5 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം എത്തിക്കുമെന്ന് എംബസി അധികൃതർ സന്ദീപിന്റെ കുടുംബത്തിനെ അറിയിച്ചു. റഷ്യയിലെ നമ്മുടെ ഇന്ത്യൻ എംബസിയിലുള്ള രാംകുമാർ സാറാണ് നമ്മൾ ഇന്നലെ കോൾ ചെയ്ത് ചേട്ടൻ്റെ ബോഡി ഞായറാഴ്ച ഒരു മോർണിംഗ് 3 മണിക്ക് നെടുമ്പാശ്ശേരിയിലെത്തും. അപ്പോൾ അവിടുന്ന് ഒരു ഏജൻസി ആൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഭവിഷ്യത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആളും കൂടി ഉണ്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ കൂടെ. നമ്മൾ നാളെ കാലത്ത് മോർണിംഗ് പോയിട്ട് നമ്മൾ ചേട്ടനെ അവിടുന്ന് പിക്ക് ചെയ്യുന്നതായിരിക്കും. എംബസി നിയോഗിച്ച കാർഗോ ഏജൻസി അധികൃതരും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് ഓഗസ്റ്റിൽ ഡോണസ്കിൽ വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ മലയാളികളുടെ വാട്സാപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചതോടെയാണ് സന്ദീപിന്റെ വിയോഗം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സന്ദീപും മറ്റ് 3 പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത്. ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത്. റെസ്റ്റോറന്റിലായിരുന്നു ജോലി എന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നത്. മരണത്തിനു ശേഷമാണ് സന്ദീപ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. സന്ദീപിനെ നിർബന്ധമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു. ഇതോടെയാണ് ആഴ്ചകൾ നീണ്ട ശ്രമഫലമായി മൃതദേഹം വിട്ടുകിട്ടാൻ നടപടിയായത്. TCV ന്യൂസ്, പുതുക്കാട്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ അറ്റകുറ്റപ്പണി ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് പൂർത്തീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. സർക്കാരിന്റെ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി ഇടപെടൽ. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായാണ് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ വികസനം നടക്കുന്നത്. നിലവിലെ റോഡ് പൊളിച്ച് കോൺക്രീറ്റ് റോഡാണ് നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ റോഡ് പണി 2021 ഏറ്റെടുത്ത കരാർ കമ്പനി 2023 ഡിസംബറിലാണ് പണി പൂർത്തിയാക്കേണ്ടത്. എന്നാൽ ഇതുവരെ റോഡ് പണിയുടെ 19% മാത്രമേ പൂർത്തിയായിട്ടുള്ളൂവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കാർ അപകടത്തിൽപ്പെട്ടു. മുണ്ടൂരിൽ റോഡിലെ കുഴിയിൽപ്പെട്ടാണ് കാർ അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻവശത്തെ ടയർ പൊട്ടി. തലനാരിഴയ്ക്കാണ് ജസ്റ്റിസ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി കാറിന്റെ പൊട്ടിയ ടയർ മാറ്റിയ ശേഷമാണ് ജസ്റ്റിസ് യാത്ര തുടർന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട. താമ്പരം മംഗലാപുരം ട്രെയിനിൽ 2 ബാഗുകളിലായി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ 18 കിലോ കഞ്ചാവ് പാലക്കാട് റെയിൽവേ പോലീസ് DYSP M സന്തോഷ് കുമാർ, ഷൊർണൂർ റെയിൽവേ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ PV രമേശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തു. കഴിഞ്ഞ തിങ്കളാഴ്ച 12.5 കിലോ കഞ്ചാവ് ട്രെയിനിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. തൃശൂരിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയതായി പരാതി.
വിയൂർ സ്വദേശി 42 വയസ്സുള്ള രതീഷാണ് ആത്മഹത്യ ചെയ്തത്. വീട്ടിലെത്തിയും ഫോണിലൂടെയും ഭീഷണിപ്പെടുത്തിയതായി കുടുംബം. ഇതുമൂലമുണ്ടായ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ആരോപണം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന നാടിന്റെ യാത്രാമൊഴി. കോഴിക്കോട് കണ്ണാടിക്കിലെ അമരാവതി വീടിനോട് ചേർന്ന് അർജുൻ നിത്യനിദ്രയിലേക്ക് മടങ്ങി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. 11:45 അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി ചിതയ്ക്ക് തീ കൊളുത്തി. അർജുന്റെ മൃതദേഹം ചിതയിലേക്കെടുക്കുമ്പോൾ ഒരു നാട് മാത്രമല്ല, മലയാളികൾ ഒന്നാകെയാണ് കണ്ണീരണിഞ്ഞത്. അർജുന്റെ മൃതദേഹം വിലാപയാത്രയായാണ് വീട്ടിലെത്തിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ കേച്ചേരി ചിറനെല്ലൂർ സ്വദേശിയായ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറനെല്ലൂർ സ്വദേശി കോനിക്കര വീട്ടിൽ സെബിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി നിരവധി തവണ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന പരാതിയെ തുടർന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടി ബന്ധുക്കളോട് വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 1,80,811 പേർക്ക് പട്ടയം നൽകിക്കൊണ്ട് രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ പുതിയ ചരിത്രം രചിച്ചിരിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചാലക്കുടി ടൗൺ ഹാളിൽ നടന്ന ചാലക്കുടി കൊടുങ്ങല്ലൂർ താലൂക്ക് തല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭൂരഹിതരായ എല്ലാ കുടുംബങ്ങൾക്കും ഭൂമി നൽകുകയാണ് സർക്കാർ ലക്ഷ്യം. ഇതിന്റെ പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിലായി പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. MLA ET ടൈസൺ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, നഗരസഭാ ചെയർമാൻ AB ജോർജ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മായ ശിവദാസ്, പ്രിൻസി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ ജോസ് സൺ ഓഫ് കോരുണി പോത്തുപാലം നദി പെരിങ്ങൽകുത്ത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും 100 മീറ്റർ ഭൂമി ഏറ്റെടുക്കുന്നതിന് അതിർത്തി നിർണയിച്ച് കല്ലിടാൻ തീരുമാനിച്ചു. സാമൂഹിക പ്രത്യാഘാത പഠനത്തിന്റെ ഭാഗമായി പൊതു അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതിനായി NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ടൗൺഹാളിൽ നടന്ന യോഗത്തിൽ സ്ഥല ഉടമകളും വ്യാപാരികളും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം മാത്രം ഭൂമി ഏറ്റെടുക്കണമെന്ന് വിവിധ സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഏറ്റെടുക്കുന്ന ഭൂമി എന്തിനു വേണ്ടിയാണെന്ന് ദേവസ്വം വ്യക്തമാക്കണമെന്നും ആവശ്യമുയർന്നു. വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് മുൻകാലങ്ങളിൽ സ്വീകരിച്ചു വരുന്നത് എന്ന് സംഘടനാ പ്രതിനിധികൾ ആരോപിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ TG ബിന്ദു, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് CD ജോൺസൺ, TN മുരളി, രമേശ് പുതൂർ തുടങ്ങിയവർ സംസാരിച്ചു. മുക്കുപണ്ടം പണയം വെച്ച 3.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. നാട്ടിക ബീച്ച് സ്വദേശി ഏറാട്ട് പ്രീതിയെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 80 ഗ്രാം മുക്കുപണ്ടം പണയപ്പെടുത്തിയാണ് 3.5 ലക്ഷം രൂപ തട്ടിയത്. പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെരിഞ്ഞനത്ത് നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 2013 സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലും ഇവർ പ്രതിയാണ്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശ്, SIമാരായ സദാശിവൻ, വിനോദ് കുമാർ, ഉണ്ണി, സീനിയർ CPO മനോജ്, CPO സനില എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വിദേശത്ത് നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കേന്ദ്രമായി കേരളം മാറുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേൺസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ പ്രവേശനം നേടുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ വർധനവ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതിയുടെ ഉദാഹരണമാണെന്നും മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുതിയ കോഴ്സുകളുടെയും ആദ്യ ബാച്ചിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ജിജു P അലക്സ്, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ S ശ്രീകുമാർ, കില ഡയറക്ടർ ജനറൽ A നിസാമുദ്ദീൻ, ചേംബർ ഓഫ് മേയേഴ്സ് കൌൺസിൽ പ്രസിഡന്റ് M അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
മുസിരിസിന്റെ തീരത്ത് ബോട്ട് ജെട്ടികൾ കാത്തിരിപ്പാണ്. ഇനിയും വന്നെത്താത്ത ജലയാനങ്ങൾക്കായി. മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി തൃശൂർ, എറണാകുളം ജില്ലകളിലായി കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ നോക്കുകുത്തികളായി മാറുകയാണ്. കനോലി കനാലിന്റെ തീരത്ത് വർഷങ്ങൾക്ക് മുൻപേ നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ ഒന്നുപോലും ഇതുവരെ ഉപയോഗിക്കാനായിട്ടില്ല. കാഞ്ഞിരപ്പുഴയോരത്ത് കോട്ടപ്പുറം ആംഫി തിയേറ്ററിനോട് ചേർന്നുള്ള ബോട്ട് ജെട്ടിയിൽ മാത്രമാണ് നിലവിൽ ജലയാനങ്ങൾ വന്നെടുക്കുന്നത്. കനോലി കനാലിനോട് ചേർന്ന് തിരുവഞ്ചിക്കുളം കനാൽ ഓഫീസ് പരിസരം, കോട്ടപ്പുറം കോട്ട, മതിലകം തുടങ്ങി വിവിധയിടങ്ങളിൽ കോടികൾ ചിലവഴിച്ചു നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ ഉപയോഗശൂന്യമായ നിലയിലാണ്. കോട്ടപ്പുറത്തു നിന്നും കനോലി കനാൽ വഴിയുള്ള ജലയാത്ര ലക്ഷ്യമിട്ടാണ് ഇവിടങ്ങളിൽ ബോട്ട് ജെട്ടികൾ നിർമ്മിച്ചത്. ചരിത്ര സ്മാരകങ്ങളെ ജലമാർഗം വഴി ബന്ധിപ്പിക്കുവാൻ ഇതിലൂടെ സാധിക്കും. നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞാണ് ബോട്ട് ജെട്ടികൾ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഇതുവഴി ബോട്ട് സവാരി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒത്തിരി വള്ളങ്ങളും വഞ്ചികളും ബോട്ടുകളും അടുത്തിരുന്ന ഒരു ജെട്ടിയായിരുന്നു അത്. ഇപ്പോൾ വീണ്ടും പുനർനിർമ്മിച്ചു. ഒത്തിരി ഫണ്ടുകൾ ചെലവഴിച്ചുകൊണ്ട് ഒരു നല്ലൊരു ബോട്ട് ജെട്ടി ഇവിടെ നിർമ്മിച്ചു. പക്ഷേ ഇതുവരെയായിട്ടും അതിന്റെ നടപടികളൊന്നും നടന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തിനു വേണ്ടിയാണോ ഈ ബോട്ട് ജെട്ടി ഇവിടെ നിർമ്മിച്ചത്, ആ രീതിയിലുള്ള യാതൊരുവിധ പ്രവർത്തനവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, മുസ്ലിസിന്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് മറ്റു മാർഗങ്ങളില്ലാത്ത ആളുകൾ വന്ന് വിശ്രമിക്കുന്നതും പട്ടികളും പൂച്ചകളും വന്ന് കിടക്കുന്ന ഒരു ഏരിയ മാത്രമായിട്ട് ഇത് ഒതുങ്ങി നിൽക്കുകയാണ്. നാടിന് ഏറെ പ്രതീക്ഷകൾ സമ്മാനിച്ചാണ് മുസിരീസ് പൈതൃക പദ്ധതി ആരംഭിച്ചത്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച ജലയാത്ര ഇനിയും പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ദേശീയപാതകളിൽ ലൈൻ ട്രാഫിക് നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല. പരിശോധന അവസാനിപ്പിച്ച പോലീസും മോട്ടോർ വാഹന വകുപ്പും. ദേശീയപാതകളിൽ ചരക്ക് വാഹനങ്ങൾ, സർവീസ് ബസ്സുകൾ, ഓട്ടോറിക്ഷ, ഇരുചക്ര വാഹനങ്ങൾ തുടങ്ങിയ വേഗപരിധി കുറഞ്ഞ വാഹനങ്ങൾ ഇടത് ട്രാക്കിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ. മുന്നിലുള്ള വാഹനത്തെ മറികടക്കുമ്പോൾ മാത്രമേ വലത് ട്രാക്കിലേക്ക് കയറാൻ പാടുള്ളൂ. തുടർന്ന് ഇടത് ട്രാക്കിൽ തന്നെ യാത്ര തുടരണം. വേഗപരിധി കൂടിയ കാർ, ജീപ്പ്, വാൻ തുടങ്ങിയവയ്ക്ക് യാത്ര ചെയ്യാനുള്ളതാണ് വലത് ട്രാക്ക്. വേഗത കുറച്ചാണ് പോകുന്നതെങ്കിൽ ഈ വാഹനങ്ങളും ഇടത് ട്രാക്കിലൂടെ സഞ്ചരിക്കണം. 4 വരി, 6 വരി ദേശീയപാതകളിൽ ഡ്രൈവർമാർ ഇക്കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എന്നാൽ നിയമം പാലിക്കപ്പെടുന്നില്ല. ചില ഡ്രൈവർമാർക്ക് ഈ നിയമത്തെക്കുറിച്ച് അറിയുക പോലുമില്ല. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇത് സംബന്ധിച്ച് നേരത്തെ ബോധവൽക്കരണം നടത്തിയിരുന്നു. തെറ്റായ വാഹനം ഓടിക്കുന്നവർക്ക് പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ പരിശോധന നിലച്ച മട്ടാണ്. ഇതിനാൽ തന്നെ അപകടങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് കൌൺസിൽ തൃശൂരിൽ മിലാദ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പി. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ MLA TV ചന്ദ്രമോഹൻ, ഇമാം സൈഫുദ്ദീൻ അൽ ഖാസിമി, ഗുൽസാർ അഹമ്മദ് സേട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളുടെ പേരിൽ തട്ടിപ്പ്. വ്യാജ ഷോപ്പിംഗ് സൈറ്റുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ്. പ്രമുഖ ഇ-കൊമേഴ്സ് സൈറ്റുകൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് ഈ ആഴ്ച വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വ്യാജ സൈറ്റുകൾ രംഗത്തെത്തിയിട്ടുള്ളത്. സമൂഹമാധ്യമങ്ങൾ വഴി പരസ്യം നൽകിയാണ് ഇവർ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നത്. യഥാർത്ഥ വെബ്സൈറ്റ് പോലെ തന്നെയാണ് വ്യാജ സൈറ്റുകൾ പ്രഥമദൃഷ്ട്യാ തോന്നുക. വെബ്സൈറ്റുകളുടെ ആധികാരികത പരിശോധിച്ച് മാത്രം സാധനങ്ങൾ ഓർഡർ ചെയ്യണമെന്നും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ അസോസിയേഷനും 23ാമത് തൃശൂർ സ്കൌട്ട് ഓപ്പൺ ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ കബുൾ ബുൾ മഹോത്സവം CMS സ്കൂളിൽ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രൂപ്പ് ചെയർമാൻ OF ജോയ് അധ്യക്ഷത വഹിച്ചു. നാഷണൽ കമ്മീഷണർ ഡോക്ടർ EU രാജൻ, ഗ്രൂപ്പ് ലീഡർ ജോസി B ചാക്കോ, സ്കൌട്ട് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ VS ഡേവിഡ് തുടങ്ങിയവർ പങ്കെടുത്തു. 850ഓളം വിദ്യാർത്ഥികളാണ് വിവിധ ഇനങ്ങളിലായി പങ്കെടുക്കുന്നത്. പനി ബാധിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. രാമവർമ്മപുരം AR ക്യാമ്പിലെ സുധീഷ് കുമാറാണ് മരിച്ചത്. ചേർത്തല സ്വദേശിയാണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ നടക്കുന്ന ദ്വിദിന അന്തർദേശീയ സെമിനാറായ ഇൻസൈറ്റ് 2024 തൃശൂർ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ തുടക്കമായി. പാറമേക്കാവ് കോളേജിലെ മനഃശാസ്ത്ര വിഭാഗവും മൈൻഡ് ക്രാഫ്റ്റും സംയുക്തമായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് എന്നിവർ ചേർന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയിലെ EQ4 Peace എന്ന ഓർഗനൈസേഷന്റെ CEOയും
കോ ഫൗണ്ടറുമായ മാറ്റ് പേഴ്സറ്റെയിൻ മുഖ്യാതിഥിയായി. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ആർ സുശീല മേനോൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ബി പ്രശാന്ത്, മൈൻഡ് ക്രാഫ്റ്റ് സിഇഒയും ഡയറക്ടറുമായ ജയൻ നമ്പൂതിരി, കോളേജ് മനഃശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ MN ഐശ്വര്യരശ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുഖ്യാതിഥിയായ മാറ്റ് പേഴ്സറ്റെയിന്റെ പ്രബന്ധാവതരണവും നടന്നു. ഇതാദ്യമായാണ് അദ്ദേഹം ഇന്ത്യയിൽ പ്രബന്ധാവതരണം നടത്തുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിൽ UG, PG, റിസർച്ച് സ്കോളേഴ്സ് എന്നിവരുടെ 20ഓളം പ്രബന്ധാവതരണങ്ങളാണ് നടക്കുക. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾക്കും വിവാഹമോചനങ്ങൾക്കുമെല്ലാം പ്രധാന കാരണമാകുന്നത് ഇമോഷണൽ ഫീലിംഗ്സുകളാണ്. അതിനാലാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിച്ചത്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 100-ൽ പരം പേരാണ് നേരിട്ട് സെമിനാറിൽ പങ്കെടുക്കുന്നത്. ഇതിനു പുറമെ വിദേശത്തുള്ളവർ ഓൺലൈനായും സെമിനാറിന്റെ ഭാഗമാകുന്നുണ്ട്. സെമിനാറിന് മുന്നോടിയായി കോളേജിലെ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വടക്കാഞ്ചേരി പുന്നംപറമ്പിൽ ലോഡുമായി വന്ന ലോറിയുടെ ടയർ വേർപെട്ട അപകടം. പുന്നംപറമ്പ് SBI ബാങ്കിന് മുന്നിലായി റോഡിന് നടുവിലാണ് കരിങ്കൽ കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ പുറകുവശത്തെ ടയറാണ് വേർപെട്ടത്. അപകടം നടക്കുമ്പോൾ മറ്റു വാഹനങ്ങൾ റോഡിൽ ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. കുടിവെള്ള പദ്ധതികൾക്ക് ഉയർന്ന മുൻഗണന നൽകി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതിയിൽ ജനപ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിനും തൊട്ടടുത്ത പരിഗണന നൽകണം. ദേശീയപാത നിർമ്മാണം, സ്കൂൾ കെട്ടിട നിർമ്മാണം, സുനാമി കോളനികളിലെ അനധികൃത താമസക്കാരെ ഒഴിപ്പിക്കൽ, സർക്കാർ മന്ദിരങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ സ്വന്തമായി സ്ഥലമില്ലാത്ത ഓഫീസുകൾക്ക് അനുവദിക്കൽ ഉൾപ്പെടെ 76 വിഷയങ്ങൾ ജില്ലാ വികസന സമിതിയിൽ ചർച്ച ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മന്ത്രി ആർ ബിന്ദു, MLA-മാരായ NK അക്ബർ, CC മുകുന്ദൻ, ET ടൈസൺ, KK രാമചന്ദ്രൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതിനിധി രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വരന്തരപ്പിള്ളി പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപമുള്ള പാലമരത്തിന്റെ അപകടാവസ്ഥയിലുള്ള ശിഖരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. മരത്തിന്റെ ശിഖരങ്ങളും തലപ്പും മുറിച്ചുമാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളതായി വരന്തരപ്പിള്ളി പഞ്ചായത്ത് സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു. പരാതിക്ക് പരിഹാരമായില്ലെങ്കിൽ പരാതിക്കാരന് കമ്മീഷനെ വീണ്ടും സമീപിക്കാമെന്ന് ഉത്തരവിൽ പറയുന്നു. മുപ്പിളിയം കാരോടൻ വീട്ടിൽ രവീന്ദ്രനാഥ് സമർപ്പിച്ച പരാതി തീർപ്പാക്കിക്കൊണ്ടാണ് ഉത്തരവ്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3387 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയെ ഞെട്ടിച്ച ATM കവർച്ച കേസിലെ പ്രതികളെ കേരളത്തിലെത്തിക്കാൻ വൈകും. പ്രതികളെ ജില്ലയിൽ നിന്നുള്ള പോലീസ് സംഘം ചോദ്യം ചെയ്തു. തമിഴ്നാട് പോലീസ് ഹരിയാനയിലേക്ക്. ദേശീയപാത പട്ടിക്കാട് കല്ലടിക്കൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ 5 പേർ വലയിൽ. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ മുഖ്യമന്ത്രിക്കും ADGPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂരം കലക്കാൻ നടന്നത് പോലീസിന്റെ ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് സതീശൻ. റഷ്യയിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും. 1.5 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ അറ്റകുറ്റപ്പണി ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് പൂർത്തീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കാർ റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട. ട്രെയിനിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗിൽ നിന്ന് 18 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടിച്ചെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.